വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട് ചാർജ് ചെയ്യുന്നതിനിടെ ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. വളാഞ്ചേരി ഇരിമ്പിളിയം സ്വദേശി സൈഫുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് കത്തിനശിച്ചത്. വീടിന്റെ മുൻഭാഗവും ജനലും വൈദ്യുതോപകരണങ്ങളും കത്തിനശിച്ചു. വളാഞ്ചേരി ഇരിമ്പിളിയത്ത് തിങ്കളാഴ്ച പുലർച്ചെ 3:30യോടെയാണ് വീട്ടുമുറ്റത്ത് ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചത്. കോമാക്കി TN95 എന്ന മോഡൽ വാഹനമാണ് കത്തിനശിച്ചത്. രാത്രി 10 മണിയോടെ ചാർജ് ചെയ്യാനായി വച്ച സ്കൂട്ടർ പുലർച്ചെ കത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഉടൻ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സ്കൂട്ടർ പൂർണ്ണമായും കത്തിയമർന്നു. ഞങ്ങളിവിടെ ചെറിയൊരു ഐഷ്യൂസ് ഉണ്ണിയപ്പത്തിന്റെ ഒരു ചെറിയൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിന്റെ ഡെലിവറിക്കും ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം എടുത്തതാണ്. 3 വർഷമായി വണ്ടി എടുത്തിട്ട്. കൊമാക്കി എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്, ഇലക്ട്രിക് വണ്ടിയാണ്. അങ്ങാടിപ്പുറത്തു നിന്നാണ്, ഷോറൂമിൽ നിന്നാണ് എടുത്തത്. ഞാൻ സാധാരണയായിട്ട് ഒരു രാത്രി 10 മണിക്ക് വണ്ടി ചാർജ് ചെയ്തിടും. പിന്നെ ഒരു 4 മണിക്ക് ആകുമ്പത്തിന് റിമൂവ് ചെയ്യാറുണ്ട്. യാദൃശ്ചികമായിട്ട് ഇന്നലെ ഒരു 3:15 കൂടി ഇവിടെ വളരെ ഭയാനകരമായ സൗണ്ടും അതുപോലെ അഗ്നിഗോളങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വളരെ ഇതിൽ കാണപ്പെട്ടു. അപ്പോൾ അയൽവാസിയായ വീട്ടിൽ നിന്നുള്ള ചേച്ചിയും അവിടുത്തെ ഏട്ടനുമാണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ ഇവിടെ പൈപ്പും മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വേഗം വെള്ളം സ്പ്രേ ചെയ്ത് തീ നിയന്ത്രണ വിധേയക്കാൻ കഴിഞ്ഞു. വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നില്ല. ബേക്കറി യൂണിറ്റ് പ്രവർത്തിക്കുന്ന വീട്ടിലാണ് സംഭവം. തീ ആളിപ്പടർന്നതോടെ വീടിന്റെ മുൻഭാഗവും ജനലും വൈദ്യുതോപകരണങ്ങളും കത്തിനശിച്ചു. 3 വർഷം മുൻപാണ് സ്കൂട്ടർ വാങ്ങിയത്. കേരള വിഷൻ, വളാഞ്ചേരി.